ലാലേട്ടൻ്റെ ബറോസ് സിനിമയുടെ മോഷൻ പോസ്റ്റർ വന്നിട്ടുണ്ട്. മോഷൻ പോസ്റ്ററിൻ്റെ വീഡിയോ ആശീർവാദ് സിനിമാസിൻ്റെ യൂട്യൂബ് ചാനലാണ് വന്നിട്ടുള്ളത്. ഇതാണ് ആ ഒരു മോഷൻ പോസ്റ്റർ. ബറോസിൻ്റെ വെർച്വൽ 3D ട്രെയിലറിലായാലും അതുപോലെ ഈ ഒരു മോഷൻ പോസ്റ്ററിലായാലും നല്ല ക്വാളിറ്റിയുള്ള BGM തന്നെയാണ് സിനിമയുടെ ടീം ഒരുക്കിയിട്ടുള്ളത്. ഇനി ബറോസ് സിനിമയുടെ പ്രൊമോഷൻ എന്ന് തുടങ്ങുമെന്ന് ചോദിച്ചാൽ, ലാലേട്ടൻ ഇപ്പോൾ നിലവിൽ ഋഷഭ സിനിമയുടെ ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ അത് ഡിസംബർ 12 കൂടി പൂർത്തിയാവും. പിന്നെ ബറോസിൻ്റെ പ്രൊമോഷൻ വർക്കുകളിലായിരിക്കും ലാലേട്ടൻ ഉണ്ടാവുക. ഇനി ബറോസ് സിനിമയിലുള്ള എൻ്റെ എക്സ്പെക്റ്റേഷൻ പറയാം. അതായത് ഒരു നല്ലൊരു ഫാൻറ്റസി സിനിമ, ഹോളിവുഡ് സ്റ്റാൻഡേർഡുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും നല്ല 3D വിഷ്വൽസ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ജിജോ പൊന്നൂസിൻ്റെ ഇതേ പേരുള്ള ബറോസ് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു സിനിമ വരുന്നത്. നോവലിലേക്ക് വരികയാണെങ്കിൽ ബറോസിനെ സ്വന്തം മുത്തച്ഛനെ പോലെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടീനെയാണ് നമുക്ക് കാണുന്നത്. നോവലിൽ സിനിമയിൽ ആ ഒരു പെൺകുട്ടിക്കാണ് മെയിൻ റോള്. സിനിമയിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ്റെ കഥാപാത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ബറോസ് എങ്ങനെയാണ് ഭൂതമായിട്ട് മാറിയതെന്നൊക്കെയുള്ള ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയൊക്കെ എന്തായാലും സിനിമയിൽ കാണിക്കും. പിന്നെ ഒരു സിനിമയിൽ എത്ര ആക്ഷൻ സീനും ഞെട്ടിപ്പിക്കുന്ന വിഷ്വൽസും ഫൈറ്റും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. സിനിമയുടെ കഥാപാത്രങ്ങളുടെ ഇമോഷനൊക്കെ പ്രേക്ഷകർക്കും കണക്റ്റ് ആവണം. അതൊക്കെ ഒരു സംവിധായകൻ്റെ കയ്യിലാണുള്ളത്. എന്തായാലും അതെല്ലാം മോഹൻലാൽ എന്ന ഡയറക്ടർ മികച്ച രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നാടകം പോലെ ഈ ഒരു സിനിമയിൽ ചില രംഗങ്ങൾ വന്നാലും അത് ഈ ഒരു സിനിമയുടെ വീക്ക് പോയിൻ്റ് ആവും. മലൈക്കോട്ടയും വാലിബൻ സിനിമയിലും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ചില സീനുകളൊക്കെ പക്ക നാടകം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ബറോസ് സിനിമയുടെ ടീമൊക്കെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും VFX ആയാലും ഹോളിവുഡിൽ നിന്നുള്ള ടെക്നീഷ്യൻസിനെയാണ് ആശീർവാദ് സിനിമാസ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം ബറോസ് സിനിമയുടെ VFX ഒക്കെ അത്യാവശ്യം സമയമെടുത്ത് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായുള്ള ക്വാളിറ്റിയൊക്കെ ഈ ഒരു VFXനുണ്ടാവും. അതിനൊരു ചെറിയ സൂചനയാണ് സിനിമയുടെ ട്രെയിലർ. പിന്നെ നിരവധി വിദേശ ആർട്ടിസ്റ്റുകളാണ് സിനിമയിൽ അഭിനയിക്കുന്നവരെല്ലാം. ഇനി സിനിമയിലെ ചില ക്രൂ മെമ്പേഴ്സിൻ്റെ വിവരങ്ങളൊന്ന് നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ ആശീർവാദ് സിനിമാസ്, DOP സന്തോഷ് ശിവൻ, ക്രിയേറ്റീവ് ഹെഡ് TK രാജീവ് കുമാർ, പ്രൊഡക്ഷൻ ഡിസൈനർ സന്തോഷ് രാമൻ, എഡിറ്റർ B അജിത് കുമാർ, ട്രെയിലർ കട്ട്സ് ഡോൺ മാക്സ്, അഡീഷണൽ ഡയലോഗ് റൈറ്റർ കലവൂർ രവികുമാർ, BGM കമ്പോസർ മാർക്ക് ഗില്ലൻ, മ്യൂസിക് ഡയറക്ടർ ഡിഡിയൻ നാദേശ്വരം, ട്രെയിലർ BGM ഫോർ മ്യൂസിക്സ്. മോഷൻ പോസ്റ്ററിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമയുടെ ക്രൂ മെമ്പേഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഡിസംബർ 25 ബറോസ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എൻ്റെ ഒരു എക്സ്പ്രഷൻ എന്താ വെച്ചാൽ, ഫാൻറ്റസി എലമെൻറ്റ്സ് ഒക്കെ ഉള്ള നല്ലൊരു 3D സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളൊരു എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ എനിക്ക്. എന്തായാലും സിനിമ ഗംഭീരമായിട്ട് മാറട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ബറോസ് സിനിമയ്ക്ക് പല സ്ഥലത്തും ഫാൻ ഷോ വയ്ക്കുന്നുണ്ട്. അത് എന്തിനാണ് വെക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. കാരണം ഫാൻസിനെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിനിമയല്ലല്ലോ ഇത്. ഫാൻ ഷോ വെക്കേണ്ട സിനിമ എന്നൊക്കെ പറയുമ്പോൾ എമ്പുരാനൊക്കെയാണ്. പക്ഷേ എന്തിനാണ് ബറോസിന് ഫാൻ ഷോ വയ്ക്കുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല.